പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ക്രൈം ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമ കാണും പോലെയാകും നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്ത ഇന്നത്തത് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു ജയിൽ ബ്രേക്കിംഗ് നടക്കുന്നു, പിന്നീട് ചേസിംഗ് നടക്കുന്നു, പിന്നീട് ക്യാച്ചിങ്, അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റമും ഉള്ള ഒരു സംഭവമാണ് ഇന്ന് നടന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ്. കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി ജയിൽ ചാടി. വലിയ ആശങ്ക സൃഷ്ടിച്ചു. പോലീസിനെ മുൾമുനയിൽ നിർത്തി. പക്ഷേ മണിക്കൂറുകൾക്കകം ഗോവിന്ദച്ചാമിയെ വളരെ സാഹസികമായി നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി പോലീസ് പിടികൂടുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ജയിൽ ചാട്ടം ഉണ്ടായത്? എന്തൊക്കെ സഹായങ്ങൾ, എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തു, എന്തൊക്കെ ആസൂത്രണം ഇതിനു വേണ്ടി നടത്തി എന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സ്വാഗതം. അപ്പോൾ നമുക്ക് വിശദമായി തന്നെ പോകാം. ഗോവിന്ദച്ചാമിയുടെ പിഴച്ച ജയിൽ ചാട്ടമാണ് നമ്മളുടെ ഫോക്കസ് നമ്പർ 1. ആരാണ് ഗോവിന്ദച്ചാമി? ഓടുന്ന ട്രെയിനിൽ പെൺകുട്ടിയെ തള്ളിയിട്ട് അവിടെ നിന്ന് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരന്മാരായ നൊട്ടോറിയസായ ഒരു ക്രിമിനലാണ് ഗോവിന്ദച്ചാമി. ആ കേസിൽ സുപ്രീം കോടതിയാണ് വധശിക്ഷ ഒഴിവാക്കിക്കൊടുത്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു ഗോവിന്ദച്ചാമി. അപ്പോൾ ആ ഗോവിന്ദച്ചാമി ഏറെ നാളത്തെ ആസൂത്രണത്തിന് ശേഷം പുലർച്ചെ 1:30 കൂടിയാണ് ജയിൽ ചാടുന്നത്. ഈ സമയം സംബന്ധിച്ച് പോലീസ് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ അതിനുശേഷം പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ലഭിച്ച വിവരം 1:30 കൂടി ജയിൽ ചാടിയെന്നതാണ്. ജയിൽ വളപ്പിൽ തന്നെ കുറച്ചു നേരം പതിയിരുന്നു. അതിനുശേഷമാണ് ജയിൽ ചാടിയത്. തളാപ്പ് ഭാഗത്തേക്ക് നീങ്ങുന്നു. അവിടെ നിന്ന് നാട്ടുകാരിൽ നിന്ന് വിവരം ലഭിച്ചതോടെ ഗോവിന്ദച്ചാമി പിടിയിലാകുന്നു. ഇതാണ് ആകെ ചിത്രം. എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വളരെ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. ജയിൽ ചാടുന്നതിന് വേണ്ടി മാസങ്ങളുടെ ആസൂത്രണം എടുത്താണ് ഗോവിന്ദച്ചാമി അതിനുവേണ്ടി തൻ്റെ ശരീരം പോലും ഒരുക്കിയിരുന്നത്. ജയിൽ മോചിതരായി പോകുന്ന ആളുകളുടെ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി വടം പോലെയാക്കി, ആ വടം ഉപയോഗിച്ച് വലിയ രീതിയിൽ ഒരു വടമുണ്ടാക്കി ഫെൻസിങ് ചാരി കടന്നുകൊണ്ടാണ് ഈ ജയിലിന് പുറത്തേക്ക് എത്തുന്നത്. അതിനു മുൻപ് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ വലിയ സുരക്ഷയുള്ള ജയിൽ, അതിലെ 10ാം നമ്പർ ബ്ലോക്കിൽ 4ാമത്തെ സെല്ലിലായിരുന്നു ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നത്. ഈ സെല്ലിന് പുറത്തേക്ക് ഗോവിന്ദച്ചാമി എങ്ങനെ എത്തി? അതിലെ 2 കമ്പികൾ മുറിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ചാടിയിരിക്കുന്നത്. അതെങ്ങനെ മുറിച്ചു എന്ന് വെച്ചാൽ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു. അതും ദിവസങ്ങളുടെ പ്രയത്ന ഫലമായി മുറിച്ചതാണ്. അപ്പോൾ ഇത്രയധികം ആസൂത്രണം നടത്തിയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നത്. അതിന് മാസങ്ങളുടെ തന്നെ തയ്യാറെടുപ്പുണ്ടായിരുന്നു. ശരീരം എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നതിന് വേണ്ടി പാകപ്പെടുത്തിയതെന്ന് നോക്കാം. നമുക്കറിയാം, ആ കേസ്, നിർണായകമായ കേസ് നടക്കുമ്പോൾ മുതൽ, ഇയാൾ പിടിയിലാകുമ്പോൾ മുതൽ ഇയാളുടെ ശരീരഭാഷ നമുക്കറിയാം. ഒരു കൈപ്പത്തി അറ്റുപോയതാണ്. വളരെ മെലിഞ്ഞ പ്രകൃതനാണ്. ഒപ്പം പിന്നീട് ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കുന്ന സമയത്ത് നല്ലതുപോലെ വണ്ണം വെച്ച ശരീരപ്രകൃതിയായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ ഈ 2 കോലത്തിൽ, നമ്മൾ നേരത്തെ കണ്ട 2 കോലത്തിലും അല്ല ഗോവിന്ദച്ചാമി ഉള്ളത്. താടി നീട്ടി വളർത്തിയിട്ടുണ്ട്, വളരെ മെലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് ഈ ജയിൽ ചാട്ടത്തിന് വേണ്ടി സ്വയം ശരീരം മാറ്റിയെടുത്തതാണ് ഗോവിന്ദച്ചാമി. അങ്ങനെ അപ്പോൾ ആഹാരം പോലും അതിനുവേണ്ടി നിയന്ത്രിച്ചു. ചോറ് വേണ്ട എന്ന് വെച്ച് ഗോതമ്പിലേക്ക് മാറി. ആ ഗോതമ്പ് ഭക്ഷണം മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് വണ്ണം കുറയ്ക്കാനായത്. കാരണം വണ്ണം കുറഞ്ഞാൽ മാത്രമേ ഈ 2 കമ്പികൾ പൊട്ടിച്ചുകൊണ്ട് സെല്ലിന് പുറത്തേക്ക് എത്താൻ കഴിയുള്ളൂ. അങ്ങനെ വണ്ണം കുറച്ചു. ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചു. അതിനുശേഷം സെല്ലിൽ നിന്ന് പുറത്തെത്തി. അവിടെ നിന്ന് പിന്നീട് 3 മതിൽ ചാടിക്കടക്കണം. ഏറ്റവും ഒടുവിൽ ഫെൻസിംഗ് മതിൽ ഈ വടം ഉപയോഗിച്ച് ചാടിക്കടന്നാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് വന്നത്. ഈ വാർത്ത പുറത്തറിയാൻ വൈകി. കാരണം ഈ സെല്ലിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്തേക്ക് വന്നത് പോലീസ് അറിയാൻ വൈകി. അവർ പുലർച്ചെ 5 മണിയോടുകൂടി ഈ ഫെൻസിംഗ് മതിലിൽ വലിയ വടം കിടക്കുമ്പോൾ മാത്രമാണ്
അവർക്ക് ഇങ്ങനെ ഒരാൾ ചാടിപ്പോയി എന്ന സംശയം വരുന്നത്. പിന്നീട് സെല്ലുകളിൽ പരിശോധന നടത്തി. ആ പരിശോധന ഗോവിന്ദചാമിയുടെ സെല്ലിലെത്തി അവിടെ ആളില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വിവരം ഇവർക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം CCTVകളിലൂടെ ഇത് സ്ഥിരീകരിക്കുന്നു. പോലീസ് ഈ ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വിവരം സ്ഥിരീകരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. പിന്നീട് വ്യാപകമായ തെരച്ചിൽ ആരംഭിക്കുന്നു. ഈ ജയിൽ ചാടുമ്പോൾ ഉപയോഗിച്ച ഒരു തലയിണ താഴെ ഭാഗത്ത് വീണ് കിടന്നിരുന്നു. അപ്പോൾ ഈ തലയിണ മണം പിടിച്ചാണ് പോലീസ് നായ തളാപ്പ് ഭാഗത്തേക്ക് പോകുകയും അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപക പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ജയിൽ ചാടി എന്നുള്ള വിവരം പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിച്ച ആ പ്രതികരണം നമുക്കൊന്ന് കാണാം. ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ, കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. പ്രാഥമികമായിട്ട് ഈ പ്രതി പുറത്തു വന്നതിൻ്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയുണ്ട്. കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിൽ വിധേയമാക്കേണ്ടത്. അതീവ സുരക്ഷാ സെല്ലായതുകൊണ്ട് തന്നെ രാത്രി അവിടെ പാറാവ്, സെല്ലിന് പുറത്ത് പാറാവ്, അതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഇതിലുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയണം. എത്ര നാളുകളുടെ തയ്യാറെടുപ്പുണ്ടായിരുന്നു? ഏകദേശം 20 ദിവസത്തിന് മുകളിലൊരു തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് എനിക്കൊരു കമന്റ് പറയുന്നില്ല. കൂടുതലായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കോടതിയുടെ അതുമായി ബന്ധപ്പെട്ട് ബാക്കി തുടർന്നുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഗോവിന്ദചാമിയെ കിട്ടിയതിന് ശേഷമുള്ള കമ്മീഷണറുടെ വിശദീകരണം കൂടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ജയിൽ ചാടി എന്ന വിവരം പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള വ്യാപകമായ തെരച്ചിലാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജയിൽ ചാട്ടത്തിൽ ഒരു പ്രതി, അതും ഇത്രയും കൊടും കുറ്റവാളി ജയിൽ ചാടിയ സാഹചര്യത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു എങ്കിൽ പോലും അതിനുശേഷം നടന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള വളരെ ഊർജിതമായ തെരച്ചിലും ശ്രമങ്ങളുമാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടുന്നതിലേക്ക് നയിച്ചത്. തളാപ്പ് ഭാഗത്തേക്ക് പോലീസ് നായ നീങ്ങുന്നു. അവിടം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നു. മാത്രവുമല്ല, ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ ഒരു നിർണായക വിവരം പോലീസിന് ലഭിക്കുന്നത് ഒരു നാട്ടുകാരനിൽ നിന്നാണ്. അത് വിനോജ് AM എന്ന് പറയുന്ന നാട്ടുകാരനാണ്. അയാൾക്ക് ഒരാളെ കാണുമ്പോൾ ഗോവിന്ദചാമിയാണോ എന്നൊരു സംശയം തോന്നുന്നു. നേരത്തെ തന്നെ വാർത്ത അറിഞ്ഞിരുന്ന, ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന് വാർത്ത അറിഞ്ഞിരുന്ന വിനോജ് ഇയാളെ പേര് ചൊല്ലി വിളിക്കുന്നു. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് ഓടിക്കളയുന്ന ഒരു ഇടവഴിയിലേക്ക് ഓടിക്കളയുകയാണ്. അപ്പോൾ അത് ഗോവിന്ദചാമിയാണ് എന്ന് സ്ഥിരീകരിക്കുന്നു വിനോജ്. അത് പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ ടൗൺ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ആ ഭാഗത്തെത്തുകയും അവിടെ തന്നെ ഈ പ്രതി ഉണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു CCTV ദൃശ്യം കൂടി ലഭിച്ചതോടുകൂടി വ്യാപകമായ പരിശോധന അവിടെ നടത്തുകയുമായിരുന്നു. വിനോജ് അങ്ങനെ ഈ കൃത്യത്തിൽ വളരെ നിർണായകമായ ഒരു റോൾ വിനോജ് എന്ന് പറയുന്ന ആ നാട്ടുകാരൻ വഹിച്ചു. ആ വിനോജിന്റെ ഒരു പ്രതികരണം കേൾക്കാം. അപ്പോൾ ഞാൻ നോർമലി വണ്ടി ഓടിക്കുന്ന ആ ഇടത് സൈഡ് തന്നെയാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ഇപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ അയാൾ ജസ്റ്റ് ഒന്ന് നോക്കി നോർമലി അങ്ങ് നടന്നുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ടടുത്ത ഒരു ചായക്കടയിലുള്ള ഒരാളോട് ചോദിച്ചു, ഇത് ഇന്ന ആളാണോ, സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാമെന്ന് കരുതി ഞങ്ങൾ ജസ്റ്റ് തിരിയുമ്പോഴേക്കും ആളെ വിളിച്ചപ്പോഴേക്കും ആൾ തൊട്ടെന്ന് തന്നെ പേര് വിളിച്ചു, ഇതാ ഗോവിന്ദചാമി എന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ആൾ ഉടനെ തന്നെ മതിൽ, ഈ പണി നടക്കുന്ന വീടിൻ്റെ ഉള്ളിലെ മതിലേക്ക് വന്ന് ആ മതിലെടുത്ത് ചാടി കാട്ടിലേക്ക് പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇല്ല ഉടനെ തന്നെ ഞങ്ങൾ ഈ എൻ്റെ കൂടെയുള്ള ആൾ അവിടം വരെ ചെന്ന് നോക്കും. അവനെ മതിലിനുള്ളിൽ കാട്ടിലൂടെ അങ്ങോട്ടേക്ക് ഓടി. ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് അങ്ങോട്ട് വ്യാപകമായ തെരച്ചിലാണ് നടക്കുന്നത്. ഈ സ്ഥലം, തളാപ്പിലെ ഈ ഭാഗം വിട്ടു പോയിട്ടില്ല ഗോവിന്ദചാമി എന്ന് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ അവിടെ കാട് പിടിച്ച പ്രദേശം ചുറ്റിപ്പറ്റി വ്യാപകമായ തെരച്ചിൽ നടക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് എങ്ങനെയാണോ നീങ്ങുന്നത് അതേ വേഗത്തിലും അതേ ആത്മാർത്ഥതയോടും ജാഗ്രതയോടും കൂടി ഈ സംഘത്തിനൊപ്പം നീങ്ങുകയാണ്. അങ്ങനെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ആ DCC ഓഫീസിന്റെ സമീപത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിനുള്ളിൽ നിന്നും ഗോവിന്ദചാമിയെ പിടികൂടുന്നത്. ആ നിർണായക ദൃശ്യങ്ങൾ കാണാം. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ആദ്യം പ്രതിയെ കാണുമ്പോൾ വിളിച്ചു പറയുന്നത് ഉൾപ്പെടെയുള്ള ആ ദൃശ്യങ്ങളിലേക്ക്.
ഇങ്ങനെയാണ് ഗോവിന്ദച്ചാമി ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ഗോവിന്ദച്ചാമി പിടിയിലാകുന്നത്. നമുക്ക് കണ്ടാൽ ഗോവിന്ദച്ചാമി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അയാൾ മാറിയിരിക്കുന്നത് കാണാം. എന്തായാലും വലിയ ഗുരുതരമായ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പ്രതിയെ വളരെ പെട്ടെന്ന് പിടികൂടാനായി എന്നതൊരു വലിയ ആശ്വാസമായി. നമുക്കറിയാം എത്ര ക്രൂരമായാണ് ട്രെയിനിൽ ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്, അതിനുശേഷം കൊല ചെയ്യപ്പെടുന്നതെന്നറിയാം. അങ്ങനെ ഒരു പ്രതി പുറത്തുണ്ടെങ്കിൽ അത് ഉയർത്തുന്ന ഭീഷണി എന്താണ് എന്നറിയാം. ഓരോ സ്ത്രീക്കും അത് ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ ഭയവും ഭീതിയോടെയും ഒക്കെ ഒരു സാഹചര്യം ഒഴിയുകയായിരുന്നു ഇയാളെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നീട് ഇയാളിൽ നിന്ന് മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇയാൾക്ക് കൃത്യമായ ആസൂത്രണമുണ്ട് ഈ കാര്യത്തിലെന്ന് വ്യക്തമാകുന്നു. മോഷണം നടത്താൻ ഇയാൾ പ്ലാനിട്ടിരുന്നു. അങ്ങനെ മോഷണം നടത്തി പണവും സമ്പാദിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നാട്ടുകാരുടെയും പോലീസിന്റെയും കൃത്യമായ ഇടപെടലും ജാഗ്രതയുമാണ് ഈ പ്രതിയെ വളരെ പെട്ടെന്ന് പിടിക്കുന്നതിലേക്ക് നയിച്ചത്. അപ്പോൾ പോലും പരിശോധിക്കേണ്ടുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഫോക്കസ് നമ്പർ 2 പോകുന്നു. പിഴച്ചത് എവിടൊക്കെ? ഈ കാര്യത്തിൽ വലിയ പിഴവ് ആ ജയിലിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഗോവിന്ദച്ചാമി എന്ന ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഇത്രയധികം ആസൂത്രണം നടത്തി ഇങ്ങനെ ഒരു ജയിൽ ബ്രേക്കിംഗ് സാധ്യമാകില്ല. അപ്പോൾ ആരൊക്കെയായിരുന്നു ഗോവിന്ദച്ചാമിയുടെ കൂട്ടാളികൾ ഈ കാര്യത്തിൽ? ഗോവിന്ദച്ചാമിക്ക് എവിടെ നിന്നൊക്കെ സഹായങ്ങൾ ലഭിച്ചു? മാത്രവുമല്ല എന്തൊക്കെ വീഴ്ചകൾ ഇവിടെ സംഭവിച്ചു എന്നത് നമുക്ക് പരിശോധിക്കാം. ആദ്യം വലിയ രീതിയിലുള്ള ആസൂത്രണം ഗോവിന്ദച്ചാമി ഇക്കാര്യത്തിൽ നടത്തുന്നു. ഒരു പ്രതി ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തുന്നു, ശാരീരികമായി ഇത്രയധികം മാറ്റങ്ങൾ വരുത്തുന്നു. നമുക്കറിയാം പ്രത്യേക വസ്ത്രങ്ങൾ ഒക്കെ ഉണ്ടാകും ജയിലിൽ. മാത്രവുമല്ല ഈ താടിയൊക്കെ നീട്ടി വളർത്തുന്ന സാഹചര്യം വളരെ സ്പെഷ്യൽ കേസുകളിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കൊടും കുറ്റവാളിക്ക് ഇത്തരത്തിലുള്ള ഇളവുകൾ എങ്ങനെ ലഭിച്ചു എന്നത് ആരെ സംബന്ധിച്ചും സംശയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അക്കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗോവിന്ദച്ചാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതറിയണം. അതൊക്കെ വളരെ വിശദമായ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടുന്ന കാര്യമാണ്. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഈ കമ്പികൾ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ദിവസങ്ങളെടുത്ത് ഈ കമ്പികൾ മുറിക്കുന്നു. അതെങ്ങനെ സാധ്യമായി? ഇത്രയും കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിൽ അവർക്ക് നിരീക്ഷണങ്ങളില്ലേ? CCTV ക്യാമറകളില്ലേ? അതിലൊന്നും ഇത് പതിഞ്ഞിട്ടില്ലേ? ഇവർ സെല്ലിൽ എന്ത് ചെയ്യുന്നു എന്നത് സംബന്ധിച്ചൊരു നിരീക്ഷണമില്ല. അങ്ങനെ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രതി ഈ സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ 3 മതിലുകൾ ചാടി പുറത്തു വരുന്നതുവരെ ആരുടെയും കണ്ണിൽ അത് പെടുന്നില്ല എന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാനാകാം? അപ്പോൾ ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗോവിന്ദച്ചാമിക്ക് സഹായം ലഭിച്ചോ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. മാത്രവുമല്ല കൂട്ടാളികളായ ജയിലിൽ കിടക്കുന്ന ആളുകളിൽ നിന്ന് സഹായം ലഭിച്ചോ എന്ന ചോദ്യം. എന്തുകൊണ്ട് ഇത്രയധികം സുരക്ഷയുള്ള ഹൈടെക് ജയിലിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നത് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് അധികൃതരാണ്. എന്തായാലും വലിയ വീഴ്ച ഈ കാര്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ നാടാണ്, മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്, അവിടെയാണ് ഇത്ര വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ അധികൃതർ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇത്ര വലിയ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതിൽ രാഷ്ട്രീയമായ പ്രത്യാരോപണങ്ങൾ കൂടി ഉണ്ടാകും എന്നതും വ്യക്തമാണ്. അപ്പോൾ ആ ആരോപണങ്ങൾ ആദ്യം ഉയരുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഞങ്ങൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കണ്ണൂർ ജയിലിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുന്നു ഈ സംഭവത്തിലൂടെ എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യം.
കുറ്റവാളികൾ, കൊടും കുറ്റവാളികളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയ ആരോപണം. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ ചാട്ടത്തിലുള്ളത്. കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി 1:15 കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻ്റ് ആയിരുന്നു, ഏകാന്ത തടവായിരുന്നു. അവിടെ നിന്ന് അത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി എവിടെ നിന്നാണ്, തുണി കൊണ്ട് ഇത്രയും വലിയ മതിലുമ്മ ചാടി കിടന്ന് അത് അപ്പുറത്തേക്കിട്ട് ആ അപ്പുറത്തേക്ക് ചാടി അയാൾ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ജയിലിൻ്റെ അകത്ത് നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തു നടന്നിട്ടുണ്ട്. അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ്. ആ ക്രിമിനലുകൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ്, ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ, ഇഷ്ടമുള്ള ഭക്ഷണം, അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ, ഇഷ്ടമുള്ള മദ്യം, ലഹരി മരുന്ന്, മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായിസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവരിൽ ഇരിക്കുന്നത്. ഏറ്റവും, ഞാൻ പറയില്ല ബ്രാൻഡ്, ഞാൻ പറയില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിലിരിക്കുകയാണ്. ആ ജയിൽ എന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ്. ഞങ്ങളിത് ഗോവിന്ദസ്വാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഈ ജയിലിലെ ഉദ്യോഗസ്ഥർ തടവുകാരുടെ തടവറയിലാണ് എന്നതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ. മാത്രവുമല്ല, ഈ പ്രതിയെ പിടികൂടിയത് കേരള പോലീസിന്റെ ക്രെഡിറ്റ് ഒന്നുമല്ല, അത് നാട്ടുകാരുടെ ഊർജിതമായുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ പ്രതിയെ പിടികൂടാനായതെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ CPMന്റെ താവളങ്ങളായിട്ട് മാറുന്നു. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ്, ഭീഷണിയിലാണ്. അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു. യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ കുപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചാടാൻ അവസരമൊരുങ്ങിയത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ജയിൽ വകുപ്പിനുള്ള ഗുരുതരമായ വീഴ്ചകൾ, അതിന് ഉത്തരം പറയണം, അതിലെ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ജയിലിൽ നടക്കുന്ന അനീതിയും പ്രതികൾക്ക് ലഭിക്കുന്ന സംരക്ഷണവും പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും ചൂണ്ടിക്കാട്ടിയെങ്കിലും ജയിൽ വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനെല്ലാം ഒത്താശ ചെയ്യുകയും മൗനം പാലിക്കുകയും ചെയ്യുകയാണ്. ഇത് ജയിലധികാരികളുടെ, വകുപ്പ് മേധാവികളുടെ കണ്ണു തുറപ്പിക്കാൻ ഗോവിന്ദസ്വാമിയുടെ ഈ ജയിൽ ചാട്ടം ഉപകരിക്കുമെന്ന് കരുതുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഏറ്റവും അത്യാവശ്യം. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഉത്കണ്ഠയിലാണ്. എന്തായാലും അതിഗുരുതരമായ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ മറ്റ് നേതാക്കളുമൊക്കെ ഉയർത്തുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഇതിൽ കൃത്യമായുള്ള നടപടികൾ ഉണ്ടാകണം എന്നതാണ് ഇനി ചെയ്യാനുള്ള കാര്യം. ഇത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നത് ഉറപ്പാക്കണം. ജയിലുകളിലെ സുരക്ഷ
ഉറപ്പാക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞത് ഇനി ഇത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നത് ഉറപ്പാക്കണമെന്നാണ്. ചില നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ നടപടികൾ എന്ന് പരിശോധിച്ചാൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ എന്നിവരെ, നൈറ്റ് ഓഫീസർ റിജോയെ, ഇത്രയും പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള നടപടി. അതാണ്. മാത്രവുമല്ല, കണ്ണൂർ റേഞ്ച് IG സംഭവം അന്വേഷിക്കാൻ ഉള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ റേഞ്ച് IG ഈ സംഭവം വിശദമായി തന്നെ അന്വേഷിക്കും. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നത്. ആ അന്വേഷണത്തിന്റെയും റിപ്പോർട്ടിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. എന്തായാലും വലിയ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുകയാണ്. ആ വീഴ്ചയിൽ കൃത്യമായി പഠനമുണ്ടാകണം, എവിടെയാണ് പിഴച്ചതെന്ന് കണ്ടെത്തണം, കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. എന്തായാലും നാട്ടുകാരുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ വളരെ പ്രശംസനീയമാണ്. അവരുടെ ആ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ കൊടും കുറ്റവാളിയെ വളരെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോക്കസ് 1, ഫോക്കസ് 2 വാർത്ത. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയായതുകൊണ്ടാണ് നമ്മൾ 2 വാർത്തകളായി തന്നെ ഇത് പരിശോധിച്ചത്. ഇനി നമ്മൾ പോകുന്നു ഫോക്കസ് 3യിലേക്ക്. ഉപരാഷ്ട്രപതി രാജിവെച്ചിരിക്കുന്നു. ധൻഖറിന് പകരമാര്? നമുക്ക് അറിയാം, വലിയ ചർച്ചകൾ നമ്മൾ ഇന്നലെയും പരിശോധിച്ചതാണ്. ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹങ്ങളുണ്ട്, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി എന്തായാലും പകരക്കാരനെ കണ്ടെത്തുക എന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പകരക്കാരനെ കണ്ടെത്താനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഭരണഘടന 324 വകുപ്പ് പ്രകാരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിച്ചുകൊണ്ടുള്ള നടപടി. രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ജോയിന്റ് സെക്രട്ടറി ഗരിമ ജെയിൻ, ഒപ്പം തന്നെ ഡയറക്ടർ വിജയ് കുമാർ എന്നിവരാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായി എത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം ഇനി ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർമാരായതുകൊണ്ട് തന്നെ ഇനി അതിന്റെ സമയക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടനെ പ്രഖ്യാപിക്കും. 2022 ഒക്ടോബറിലാണ് ഏറ്റവും അവസാനം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുപ്പ് നടന്നത് അന്നാണ്. അന്ന് മാർഗ്രറ്റ് ആൽവെ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ അതിനുശേഷം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ഭരണഘടനാ പ്രകാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി പരിശോധിക്കേണ്ടത് ആരാണ് പകരം വരുന്നത്? ധൻഖറിന് പകരക്കാരൻ ആരാകും? ധൻഖറിന് പകരക്കാരനായി അന്വേഷിക്കുന്നത് NDAയിൽ നിന്ന് തന്നെ ഉള്ള ഒരു വ്യക്തി എത്തും എന്നതായിരുന്നു ആദ്യമെങ്കിൽ, പിന്നീടത് BJP നേതാവ് തന്നെ ആയിരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഘടകകക്ഷി നേതാക്കളുടെ പേരുകൾ സജീവ പരിഗണനയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് വേണ്ട, BJPയുടെ ഒരു നേതാവ് തന്നെ എത്തുന്നതാണ് ഉചിതം എന്ന തീരുമാനത്തിലേക്ക് അന്തിമമായി എത്തിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് പിന്നാക്ക ദളിത് വിഭാഗത്തിലെ മുതിർന്ന പാർട്ടി നേതാവിന് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നു. മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ കർണാടക ഗവർണറുമായ തവർചന്ദ് ഗെഹ്ലോത്തിന്റെ പേര് ശക്തമായി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ മുതിർന്ന നേതാവ്, ദളിത് വിഭാഗക്കാരൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാണ് ഏറ്റവും മുൻതൂക്കം ഇപ്പോൾ കൽപ്പിക്കുന്നത്. മുതിർന്ന BJP നേതാക്കളായ വസുന്ധര രാജെ സിന്ധ്യ, സ്ഥാനമൊഴിയുന്ന ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരും പരിഗണനയിലുണ്ട് എന്ന വിവരമുണ്ട്. അങ്ങനെ പല പേരുകൾ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. രാംനാഥ് ഠാക്കൂറിന്റെ പേര് വളരെ പരിഗണനയിലുള്ളതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടിയൊക്കെ വരുന്ന സാഹചര്യത്തിൽ. ഒപ്പം തന്നെ നിതീഷ് കുമാറിന്റെ പേര് പരിഗണിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേകം പരിഗണിക്കുന്നതാണ്. അപ്പോൾ ആർക്കാണ് ഞർക്ക് വീഴുന്നത് എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പല പേരുകളും പരിഗണനയിലുണ്ട്. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി യോജിച്ചു പോകുന്ന ഒരാളായിരിക്കണം ഉപരാഷ്ട്രപതി എന്ന വാദത്തിനാണ് BJPയിൽ തന്നെ മുൻതൂക്കമുള്ളത്. അപ്പോൾ അങ്ങനെ പല പേരുകൾ ആലോചിക്കുന്നു. പക്ഷേ നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യം, ശശി തരൂർ ഒരു പരിഗണനയായി, അല്ലെങ്കിൽ ശശി തരൂർ ഉപരാഷ്ട്രപതിയാകും എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ നടക്കുന്ന ചർച്ചകൾ അനുസരിച്ച് അതിനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. തരൂരല്ല, പകരം പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലമുള്ള ഒരു വ്യക്തി, BJPക്കാരനായ വ്യക്തി തന്നെ
ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തും എന്ന സൂചനകളാണ്. ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി വരുന്നു. മോദി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷവും അതിന് വഴങ്ങാതെ മുന്നോട്ട് പോയതാണ് അടിയന്തരമായ ഒരു രാജിയിലേക്ക് നയിച്ചത് എന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് വർമ്മയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അത് പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു സമീപനം ധൻഖറിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ രീതിയിലൊക്കെ വളരെ പെട്ടെന്ന് രാജിയിലേക്ക് നയിച്ച കാരണങ്ങൾ. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി ആരാണ് പകരം വരുന്നതെന്ന് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ നീക്കം എന്ത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി അത് ഒരൊറ്റ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, എല്ലാവർക്കും പിന്തുണയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക്, അങ്ങനെ ഒരാളെ വേണം പരിഗണിക്കാൻ എന്ന ഒരു നിർദ്ദേശമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്തുണയ്ക്കില്ല എന്ന വളരെ വ്യക്തമായ സന്ദേശമാണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിക്ക് നൽകുന്നത്. സമാനമായ നിലയിലുള്ള ഒരു അഭിപ്രായം DMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. DMKയും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ മുന്നണി അത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇപ്പോൾ നേരത്തെ ഉള്ളവർ ഭാഗമായവരും പങ്കെടുക്കാതിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും പിന്തുണയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം എന്ന കാര്യം DMKയും സൂചിപ്പിക്കുന്നു. അത് കോൺഗ്രസ് ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒപ്പം ഉണ്ടാകില്ല എന്ന വളരെ വ്യക്തമായ സൂചനയാണ് മമതാ ബാനർജി നൽകുന്നതെങ്കിൽ DMK എല്ലാവരുമായി കൂടിയാലോചിച്ച് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്ന ഒരു നിർദ്ദേശമാണ് ഇന്ത്യ മുന്നണിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയിലും ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ നമുക്കറിയാം, മത്സരിക്കാം എന്നല്ലാതെ ജയസാധ്യതയില്ല. പക്ഷേ തങ്ങൾ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടാണ് എന്ന ഒരു സന്ദേശം നൽകുക എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് ചെയ്യാനുള്ളത്. അത് യോജിച്ച ഒരു തീരുമാനത്തിലൂടെ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ മാത്രമായിരിക്കും സാധ്യമാകുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ നൽകുന്ന സൂചന. അതാണ് നമ്മളുടെ ഫോക്കസ് നമ്പർ 3. നമ്മൾ ഇനി പോകുന്നു ഫോക്കസ് നമ്പർ 4ലേക്കാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അമ്മയിൽ പോരാട്ടം കനക്കുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. നമുക്കറിയാം, ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതിയായിരുന്നു. അപ്പോൾ എല്ലാവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമുള്ള ചിത്രം വ്യക്തമാണ്. പക്ഷേ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായ ചിത്രം എന്ത് എന്നത് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം അനുസരിച്ച് മത്സര രംഗത്ത് നിറയെ ആളുകളുണ്ട്. ഏതാണ്ട് 74 പേർ ഇന്നലെ സമയം അവസാനിച്ചതോടെ 74 പേരാണ് മത്സര രംഗത്ത് ഉള്ളത് എന്ന് വ്യക്തമായിരിക്കുന്നു. ഇത്രയും അധികം പേർ അമ്മയുടെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇത് ആദ്യമാണ് എന്ന് തന്നെ പറയണം. അപ്പോൾ ശക്തമായ ഒരു മത്സരം അമ്മയുടെ ഭരണസമിതിയിലേക്ക് ഉണ്ടാകുന്നു. ഏറ്റവും ജനാധിപത്യപരമായ ഒരു മത്സരത്തിലേക്ക് അമ്മ ആദ്യമായി നീങ്ങുന്നു എന്നുകൂടി പറയാം. എന്തായാലും ഈ മാസം 31-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ആ തീയതിയിൽ ആരൊക്കെ ഇത് പിൻവലിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഭാവി ഇരിക്കുന്നത്. മാത്രവുമല്ല, പല സ്ഥാനങ്ങളിലേക്കും ഈ നാമനിർദ്ദേശ പത്രിക നൽകിയവർ തന്നെ ഒന്നിലധികം സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പരിശോധിക്കാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര രംഗത്ത് ആരൊക്കെയുണ്ട് എന്നത് നോക്കാം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ളത് നടി ശ്വേതാ മേനോൻ പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റാണ്. ശ്വേതാ മേനോനുണ്ട്. ജഗദീഷ് മത്സര രംഗത്തുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, പ്രമുഖ താരങ്ങൾ ഇപ്പോൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ജഗദീഷ് മുന്നോട്ട് വരുന്നത്. ജഗദീഷ് മത്സരിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ജോയ് മാത്യു അദ്ദേഹത്തിൻ്റെ പത്രിക അത് അസാധുവാക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജഗദീഷിന് പിന്തുണയുണ്ട് പലരുടെയും. ജഗദീഷിന് അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറയേണ്ടി വരും. ശ്വേതാ മേനോനാണ് മറ്റൊരാൾ. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ എത്തുന്നു, ഒരു വനിത എത്തുന്നു എന്ന വലിയ പ്രത്യേകത ഉണ്ടാകും. എന്തായാലും വലിയ മത്സരം ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്നു. നടി ശ്വേതാ മേനോൻ, ജഗദീഷ്, രവീന്ദ്രൻ ഒരു സ്ഥാനാർത്ഥിയാണ്, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നീ 6 പേരാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര രംഗത്ത് ഉള്ളത്.
ഏറ്റവും ശക്തമായ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് അമ്മയിൽ ഏറ്റവും ശക്തമായ സ്ഥാനം. ആ സ്ഥാനത്തേക്ക് മത്സര രംഗത്ത് 5 പേരാണുള്ളത്. ബാബുരാജും ജോയ് മാത്യുവും ഉൾപ്പെടെ ആണ് 5 പേർ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അപ്പോൾ 5 പേർ മത്സരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാബുരാജും ജോയ് മാത്യുവുമാണ്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ വർഷം സിദ്ദിഖായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ളത്. ഏറ്റവും ശക്തനായ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാജിവെക്കുകയായിരുന്നു സിദ്ദിഖ്. അതിനുശേഷം ജനറൽ സെക്രട്ടറി പദം കൈകാര്യം ചെയ്തത് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജാണ്. ആ ബാബുരാജാണ് ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. പക്ഷേ ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ വ്യക്തി മത്സര രംഗത്തുള്ളത് ശരിയല്ല, അത് തെറ്റായ സന്ദേശം നൽകും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ താരത്തെ പിന്തുണച്ചും ചിലരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ആരോപണ വിധേയരായ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം അനൂപ് ചന്ദ്രനും ആസിഫ് അലിയും വളരെ പരസ്യമായി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ ആരൊക്കെയെന്ന് നോക്കാം. നമുക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ളത് ആശ അരവിന്ദ്, ലക്ഷ്മി പ്രിയ, നവ്യ നായർ, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ്. അങ്ങനെ നിരവധി പേർ എന്തായാലും മത്സര രംഗത്തേക്ക് വരുന്നു. ഉണ്ണി ശിവപാലുണ്ട്. ട്രഷറർ സ്ഥാനത്തേക്ക് വിനു മോഹൻ, ടിനി ടോം. അങ്ങനെ അമ്മയുടെ സംഘടനാ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ആളുകൾ നോമിനേഷൻ നൽകുന്നതും ഇങ്ങനെ ഒരു മത്സരത്തിന് വേദി ഒരുങ്ങുന്നതും ആദ്യമായിട്ടാണ്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലായ്പ്പോഴും അമ്മ രൂപീകൃതമായിട്ട് ഇതുവരെ എല്ലായ്പ്പോഴും മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഇവരിൽ ഒരാൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റുള്ളവർ വന്നാലും ഇവർ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉണ്ടാകും എന്നതായിരുന്നു അമ്മയുടെ ഇതുവരെയുള്ള ചരിത്രം. പക്ഷേ കഴിഞ്ഞ ഭരണസമിതി മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ തുടർന്ന് അത് രാജിവെച്ചു. അതിനുശേഷം മോഹൻലാലിന് മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കി. അതിനുശേഷം ഇങ്ങനെ മുൻനിര താരങ്ങൾ, ഏറ്റവും പ്രമുഖരായ താരങ്ങൾ ഇല്ലാതെ ഒരു ഭരണസമിതി അമ്മയ്ക്കുണ്ടാകുന്നു എന്ന പ്രത്യേകത കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുള്ളത്. 74 പേർ മത്സരിക്കുന്നു. അത്ര വലിയ ഒരു ശക്തമായ പോരാട്ടത്തിന് അമ്മയുടെ തെരഞ്ഞെടുപ്പ് വേദിയാകുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിനി പോകുന്നത് ഫോക്കസ് നമ്പർ 5ലേക്കാണ്. അത് സമസ്തയ്ക്ക് സർക്കാർ കീഴടങ്ങുമോ, സമസ്തയ്ക്ക് വഴങ്ങുമോ സർക്കാർ എന്നതാണ് പരിശോധിക്കുന്നത്. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായ ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ചർച്ച നടക്കുന്നു. ഈ ചർച്ച ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം, ആ ചർച്ച അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് PTA, കുട്ടികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ എന്നിവർക്ക് ഏതെങ്കിലും സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാം. ഇപ്പോൾ ഇന്ന് എടുത്ത തീരുമാനങ്ങൾ വീണ്ടും പരിശോധിക്കുന്നതിന് വേണ്ടി ആഗസ്റ്റ് മാസം 7-ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, കളക്ടർമാർ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആ ചർച്ചയ്ക്ക് ശേഷമാണ് മാധ്യമങ്ങളെ കാണുന്നത്. സമസ്ത മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും ഒടുവിൽ സർക്കാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ തീരുമാനം മാറ്റില്ല, പക്ഷേ ഇങ്ങനെ ഒരു വിയോജിപ്പ്, ബുദ്ധിമുട്ട് പറഞ്ഞ സാഹചര്യത്തിൽ എന്താണ് സാഹചര്യം എന്നത് വിശദീകരിക്കാൻ ഒരു യോഗം എന്നതായിരുന്നു സർക്കാർ നൽകിയിരുന്ന വിശദീകരണം. ഏറ്റവും ഒടുവിൽ സമസ്ത മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്നത് 15 മിനിറ്റ് രാവിലെ സമയം കൂട്ടി, വൈകുന്നേരവും 15 മിനിറ്റ് കൂട്ടിയിരിക്കുന്നു. ആ രാവിലെ കൂട്ടിയ 15 മിനിറ്റ് ഒഴിവാക്കി അരമണിക്കൂർ വൈകുന്നേരം കൂട്ടുക എന്ന നിലയിലേക്ക് ഒരു തീരുമാനമെടുക്കണം എന്നതായിരുന്നു സമസ്ത ഏറ്റവും ഒടുവിൽ മുന്നോട്ട് വെച്ചിരുന്ന ബദൽ നിർദ്ദേശം. ആ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും അറിയാനുള്ള ആകാംക്ഷ നമുക്ക്. എന്തായാലും അതിലെ തീരുമാനങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. ഈ അക്കാഡമിക് ഇയറിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും വിദ്യാഭ്യാസ ചട്ടങ്ങളിലും പറയുന്ന ഇതനുസരിച്ച്
രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും അധികമായി ഒരു ദിവസം അരമണിക്കൂർ അധികമായി എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിഷേധങ്ങളും ചില പരാതികളും ലഭിച്ചിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങളും പരാതികളുമായി മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ചിരുന്നു. CMS, KPSMA, എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, മദ്രാസ ബോർഡ്, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി, LMS, SN ട്രസ്റ്റ്, SNDP യോഗം സ്കൂൾസ്, കേരള എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, സമസ്ത EK, AP വിഭാഗം, NSS സ്കൂൾസ് തുടങ്ങിയ കേരളത്തിലെ എല്ലാ എയ്ഡഡ് മാനേജ്മെൻറ്റും പ്രതികരിക്കുന്ന ആൾക്കാർ പങ്കെടുത്തിരുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശദീകരിച്ചു. അതിനുശേഷം എല്ലാവരും അഭിപ്രായം പറഞ്ഞു. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഗവൺമെന്റിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ചർച്ചയിലൂടെ ചില ആൾക്കാർ ഇത് ഉച്ചയ്ക്ക് ആക്കിയ പോലെ ഈ അരമണിക്കൂർ വൈകുന്നേരം ആയാൽ എന്താ എന്നെല്ലാം പറഞ്ഞുള്ള ഒരു ചില അഭിപ്രായ പ്രകടനങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തിയിരുന്നു. അതിന്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് സൂചിപ്പിക്കുകയുണ്ടായി. പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ 2025 മെയ് 31 സർക്കാർ ഉത്തരവാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അതിൽ പറയുന്നത് ക്ലാസ് 1 മുതൽ ക്ലാസ് 4 വരെ 198 പ്രവൃത്തി ദിവസങ്ങളുണ്ടാവണം. ക്ലാസ് 5 മുതൽ 7 വരെ 200 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ക്ലാസ് 8 മുതൽ 10 വരെ 204 പ്രവൃത്തി ദിനങ്ങളായി കൊണ്ടുമാണ് ഈ മെയ് മാസം 31 ഉത്തരവ് ഇറങ്ങുന്നത്. അതിൽ LP വിഭാഗം സ്കൂളുകൾക്ക് അധിക പ്രവൃത്തി ദിവസം ഇല്ല. UP വിഭാഗം സ്കൂളുകളിൽ ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം വരാത്ത രീതിയിൽ 2 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകൾക്ക് 6 ശനിയാഴ്ചകൾ ജൂലൈ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഹൈസ്കൂളിൽ 198 സാധ്യമായ ദിവസങ്ങളും 6 ശനിയാഴ്ചയും ചേർന്ന് 204 പ്രവൃത്തി ദിവസം, 38 വെള്ളിയാഴ്ച ഒഴിവാക്കി. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് രാവിലെ 15 മിനിറ്റും ഉച്ചകഴിഞ്ഞ് 15 മിനിറ്റും അധിക പ്രവൃത്തി സമയം ഉൾപ്പെടുത്തി പീരീഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് 10 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് 9:45 തുടങ്ങണം. അടുത്ത ഒരു പീരീഡിലേക്ക് 10:30 ആകുമ്പോൾ ഒരു പീരീഡ് കഴിയും. അപ്പം 45 മിനിറ്റ് ആവും. ഒരു കുട്ടിക്ക് 10 മിനിറ്റ് ആയിരിക്കും. പിന്നെ 10 മിനിറ്റ് രാവിലെ ഇന്റർവെല് കിട്ടും, 5 മിനിറ്റ് ഉച്ചയ്ക്ക് ശേഷം അവന് ഇന്റർവെല് കിട്ടും. ഉച്ചയ്ക്ക് ഇടവേളയ്ക്ക് 1 മണിക്കൂർ കിട്ടും. അപ്പൊ ഇത് ആകെ രാവിലെ മാത്രമാണ് ഈ 15 മിനിറ്റ് പ്രശ്നം ബാധിക്കുന്നത്. വേറെ ഒരു ബാധിക്കുന്ന പ്രശ്നമില്ല. 10 മണിക്ക് തുടങ്ങുന്നത് 9:45 ആരംഭിക്കുന്നു. ഇത് കൂടാതെ ഈ കേസിന് ആസ്പദമായ കാര്യം എന്ന് പറയുന്നത് വിക്ടൂർ എബനൈസർ HS PTAയും മാനേജറും കൂടി ഫയൽ ചെയ്ത റിട്ട് ഹർജിയാണ്. ആ റിട്ട് ഹർജിയിൽ ഉത്തരവ് പ്രകാരം അധ്യയന വർഷം 220 പ്രവൃത്തി ദിനം വേണമെന്ന് ഹർജിക്കാരന്റെ ആവശ്യത്തിന്മേൽ ചട്ടപ്രകാരം തീരുമാനിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കോടതി പറഞ്ഞു.
അപ്പോൾ ചട്ടപ്രകാരം 220 അല്ലേ, 20 പ്രവൃത്തി ദിനം പിന്നെ അത് ചട്ടപ്രകാരം തീരുമാനിക്കലാണ് കോടതി DGയോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹർജിക്കാരനെ കേൾക്കുകയും ഏപ്രിൽ മാസം 25-ാം തീയതിയിൽ ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തു. എന്നാൽ ഉത്തരവിറക്കി കലണ്ടറിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു. എന്നാൽ ആ ഉത്തരവിനെതിരെ പിന്നെ കേരള വിദ്യാഭ്യാസ ആക്ടും ചട്ടങ്ങൾക്കും ബാധകമായ സ്കൂളുകളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്തുകൊണ്ട് അധ്യാപക സംഘടനകൾ കേസിന് പോയി. അധ്യാപക സംഘടനകൾ കേസിന് പോയ ശേഷം പോയ അവസരത്തിൽ ഡയറക്ടറുടെ അധികാരത്തെയും ഈ കേസ് ചോദ്യം ചെയ്തു. അപ്പോൾ കോടതി ചോദിച്ചു, ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിന് പിന്നെ ഉള്ള ഉത്തരവിടാൻ വേണ്ടി ഈ DGക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2004 ആഗസ്റ്റ് മാസം 1-ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധിന്യായം പറഞ്ഞു. ആ വിധിന്യായം എന്ന് പറയുന്നത് 2009 വിദ്യാഭ്യാസ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായും ബന്ധപ്പെട്ടവരെ കേട്ടും ഇക്കാര്യത്തിൽ വിദഗ്ധരായവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം മാത്രമേ കേട്ട് ഇപ്പോൾ ഉള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ പിന്നെ ഒരു വിധിയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2024 മെയ് മാസം 25-ാം തീയതി ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും 25 ശനിയാഴ്ചയിൽ പ്രതിദിനങ്ങളാക്കിയ വിദ്യാഭ്യാസ കലണ്ടറും നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുള്ള ഉത്തരവ് കോടതി ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2024 ആഗസ്റ്റ് മാസം 1-ന് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശമനുസരിച്ച് ഒരു ഉന്നതതല കമ്മിറ്റിയെ ഇത് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. 5 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. ആ സമിതി നൽകിയിട്ടുള്ള നിർദ്ദേശം കോടതിക്ക് തുല്യമാണ്. കോടതി പറഞ്ഞ അനുസരിച്ചാണല്ലോ. അത് പ്രകാരമാണ് ഇപ്പോൾ കാണുന്ന 15 മിനിറ്റ് രാവിലെയും വൈകുന്നേരം 15 മിനിറ്റും കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി പിന്നെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇതിലെ നിയമങ്ങളും ചട്ടങ്ങളും നോക്കിയാൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിവസങ്ങൾ കൂടാതെ 220 സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും എന്നാൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഗുജറാത്തിൽ ഇത് 243 പ്രവൃത്തി ദിവസമാണുള്ളത്. ഗുജറാത്തിൽ. ഉത്തർപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. കർണാടകത്തിൽ 244 പ്രവൃത്തി ദിവസമാണുള്ളത്. ആന്ധ്രാപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. ഡൽഹിയിൽ 220 എന്നീ പ്രകാരമാണ് പ്രവൃത്തി ദിവസങ്ങളുള്ളത്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം. പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെന്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത തീരുമാനം എന്താ? 15 രാവിലെയും 15 വൈകുന്നേരം അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അല്ല, നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ. നമ്മൾ ഒരിക്കലും ആരോടും ചർച്ച ചെയ്യില്ലെന്നോ പിന്നെ അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ.
കോടതിയിൽ പോകണമെന്നോ അല്ല, അത് അവര് പോട്ടേതോ പരാതിയുള്ളവർക്ക് വേണമെങ്കിൽ കോടതി പോവാം. അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നും ഉറപ്പ് കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നുകൂടെ വ്യക്തമാക്കാം. നമ്മളൊരു ജനാധിപത്യ സംവിധാനമാണല്ലോ. ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരുമായി ചർച്ച ചെയ്യുന്നു. നമ്മൾ പിന്നെ ഒരു കാലഘട്ടത്തിലും ലോകം അവസാനിക്കുന്നവരെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യില്ല എന്നൊരു നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ. അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ്. അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല, ഇനി വേറെ ഏതെങ്കിലും പിന്നെ പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിൽ ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഏത് വിഷയമാണോ ചർച്ച ചെയ്യാം. അതെ, അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലോ ആദ്യമേ പറഞ്ഞല്ലോ. ഗവൺമെന്റ് നിലപാടുള്ള നന്നായി പറഞ്ഞവരെ മനസ്സിലാക്കി. അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഇത്രയും ദിവസം ബോധ്യപ്പെടാത്തതുകൊണ്ടാണല്ലോ അവർ ചർച്ചയ്ക്ക് വരികയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ഞാൻ നമ്മുടെ നിലപാട് പറഞ്ഞു, ബാക്കി ഇനി അവരോട് ചോദിക്കുക. അവര് മാത്രമല്ല, ബാക്കി ഞാൻ പറഞ്ഞ CMS കാരുണ്ട്, KPS MA കാരുണ്ട്, എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട്, മദ്രാസ ബോർഡുണ്ട്, അവരെല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഉപാധിയൊന്നും വച്ചിട്ടില്ല. അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ പറയാൻ പറ്റുന്ന ഉപാധികളായിരിക്കില്ല. അവർക്ക് പക്ഷെ ബോധ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വർഷം അതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും ഓരോ വാക്കിനും ഓരോ സെന്റൻസിനും നമ്മൾ എന്തിനാണ് അവരുടെ അഭിപ്രായം? അല്ലല്ല, കോടതി അങ്ങനെ പറഞ്ഞില്ല. ഇനിയിപ്പോ സുപ്രീം കോടതി പോയി ഈ കോടതിക്ക് നാളെ തള്ളിയാൽ കോടതി വിധി ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കൊന്നും പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കോടതി വിധി ഇങ്ങനെ മറിയും തിരിഞ്ഞിരിക്കും. ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയേണ്ടത് അങ്ങ് പറഞ്ഞ് ക്ലിയറാക്കി. എന്ത് ചെയ്യാൻ പണിയണ്ട? ജനാധിപത്യ സംവിധാനമല്ലേ? ഇല്ല, അത് രാവിലെ മുതൽ തുടങ്ങിയാണല്ലോ. നമ്മൾ ചിരിയും കളിയുമായിട്ട് രാവിലെ മുതൽ തുടങ്ങിയാണല്ലോ. അല്ലെ, ഇതിലിപ്പോ അങ്ങനെ അവരെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. 15 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അതിലൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, കായികാധ്യാപകർ ഇച്ചിരി പണക്കത്തിലാണ്. അതായത് അവരോട് പിന്നെ 300-ന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ തീരുമാനിക്കുമ്പോൾ 17 അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും. 500-ന് അല്ലേ 500-ന് തീരുമാനിക്കുമ്പോൾ ഒരു അധ്യാപകന്റെ ജോലി നഷ്ടപ്പെടും. അത് 300-നൊന്നും തീരുമാനിക്കണം. അത് തീരുമാനിക്കാതെ ഞാൻ ഉറപ്പ് കൊടുത്ത്, പക്ഷേ ആ സമയത്ത് ഒന്നും അത് നടന്നിട്ടില്ല. എന്തായാലും 2-3 ദിവസം അത് നടക്കുകയും അവർ തന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ ടൂർണമെന്റ് നടത്തണമെങ്കിൽ നിങ്ങൾ നടത്താതെ നമ്മൾ വേറെ പകരം ബദൽ സംവിധാനം ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നെ പറഞ്ഞുകൊണ്ടൊന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ടൂർണമെന്റ് നടത്തുക, നമുക്ക് ഈ പ്രശ്നം പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് വിഷമത്തിലാണ്.
നിർണായക തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. തീരുമാനത്തിൽ മാറ്റമില്ല എന്നുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് മന്ത്രി. 15 മിനിറ്റിന്റെ വ്യത്യാസം മാത്രമേ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൂ. അത് വലിയ കാര്യമുള്ളതല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്താണ് ഈ തീരുമാനമെടുക്കാനുള്ള സാഹചര്യം എന്നത് മന്ത്രി ഇന്നും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നു. ഇന്ന് സമസ്തയും മറ്റ് ഇതിനെതിരെ അഭിപ്രായം ഉന്നയിച്ചവരുമായി നടത്തിയ ചർച്ചയിലും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മന്ത്രി പറയുന്നത്. എന്താണ് ഈ സർക്കാർ ഈ തീരുമാനമെടുക്കാനുള്ള സാഹചര്യം അത് വിശദീകരിച്ചു. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത് എന്നതാണ് മന്ത്രി പറയുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, അപ്പോൾ എതിരഭിപ്രായങ്ങൾ വരുന്നവരെ കേൾക്കണമല്ലോ. അങ്ങനെ കേട്ടു, അവരെ അത് ബോധിപ്പിച്ചു. ഇപ്പോൾ എന്തായാലും ഈ അധ്യയന വർഷം സർക്കാർ എടുത്ത തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല. ഈ സമയക്രമത്തിൽ തന്നെ സ്കൂളുകളുടെ പഠനം മുന്നോട്ട് പോകും എന്നത് മന്ത്രി അടിവരയിട്ട് പറയുകയാണ്. മാത്രവുമല്ല, ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ ചർച്ച ചെയ്യാം എന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ട്. ഈ കോടതി വിധി എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും അല്ലേ, അപ്പോൾ പിന്നെ എന്തിനാണ് അടുത്ത അധ്യയന വർഷം ഒരു ചോദ്യം എന്ന് മന്ത്രിയോട് ചോദിക്കുമ്പോൾ പറയുന്നത്? ഇതൊരു അന്തിമ വിധിയല്ല, ഒരുപക്ഷെ സുപ്രീം കോടതിയുടെയൊക്കെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകാം. അപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നത് കണ്ടിട്ട് അടുത്ത അധ്യയന വർഷം വേണമെങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളാകാമെന്നാണ് മന്ത്രി പറയുന്നത്. എന്തായാലും സർക്കാർ പിന്നോട്ടില്ല സ്കൂൾ സമയമാറ്റത്തിൽ എന്നത് വ്യക്തമായിരിക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ ആ നിലപാട് സമസ്തയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.